നടിയെ ആക്രമിച്ച കേസിന്റെ വിധിയൊക്കെ വന്ന നടൻ ദിലീപ് വളരെ സന്തോഷത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. പക്ഷേ കാര്യങ്ങളൊക്കെ മാറി മറിയുന്ന അവസ്ഥയാണ്. കാരണം ട്വിസ്റ്റും ക്ലൈമാക്സും ഇനിയാണ് വരാനിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. വിചാരണ കോടതിക്കും ജഡ്ജിക്കുമെതിരെ ഇപ്പോൾ ഗുരുതര പരാമർശങ്ങൾ ഉയർന്നിരിക്കുകയാണ്. കാരണം മെമ്മറി കാർഡ് ചോർന്ന കേസിൽ സംശയനിഴലിലാണ് വിചാരണ കോടതി ജഡ്ജി. അതിനാൽ ജഡ്ജിക്ക് വിധി പറയാൻ അവകാശമില്ല എന്നാണ് നിയമോപദേശം. ദിലീപിനെതിരെ ഗൗരവമേറിയ നിരവധി തെളിവുകൾ സമർപ്പിച്ചിട്ടും എല്ലാം പക്ഷപാതത്തോടു കൂടി മാത്രം കോടതി തള്ളിയെന്നും നിയമോപദേശത്തിൽ പറയുകയാണ്. ജഡ്ജി പെരുമാറിയത് വിവേചനമായിട്ടാണെന്നും തെളിവുകൾ പരിശോധിക്കാൻ കോടതി സ്വീകരിച്ചത് 2 തരം സമീപനമാണ് എന്നാണ് പറയുന്നത്. 1 മുതൽ 6 വരെ പ്രതികൾക്കെതിരെ അംഗീകരിച്ച തെളിവുകൾ പോലും ദിലീപിനെതിരെ അംഗീകരിച്ചിട്ടില്ല. തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നെന്ന് തെളിഞ്ഞ ദിലീപിന്റെ അഭിഭാഷകരെ തുടരാൻ അനുവദിച്ചു. അവരുടെ പ്രവൃത്തിയെ അനുമോദിക്കുന്ന തരത്തിലാണ് വിധിയിലെ പരാമർശങ്ങളെന്നും നിയമോപദേശത്തിൽ പറയുകയാണ്. അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ തന്നെ സർക്കാർ അപ്പീൽ നൽകും. കേസിൽ പൾസർ സുനി ഉൾപ്പെടെയുള്ള 6 പ്രതികൾക്ക് 20 വർഷം കഠിന തടവ് വിധിച്ചെങ്കിലും ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ദിലീപിനെ വിചാരണ കോടതി വെറുതെ വിട്ടത്. എന്നാൽ കേസിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ശക്തമായ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ടെന്നും ഉയർന്ന കോടതിയിൽ അത് തെളിയിക്കാൻ കഴിയുമെന്നാണ് പ്രോസിക്യൂഷന്റെയും അന്വേഷണ സംഘത്തിന്റെയും നിലപാട്. അങ്ങനെയാണെങ്കിൽ ദിലീപിന് വീണ്ടും കുരുക്കുണ്ടാവും. മാത്രമല്ല അധികകാലം ഈ ഒരു സന്തോഷം നിലനിൽക്കാനും സാധ്യതയില്ല. കൂടാതെ സർക്കാരും പ്രോസിക്യൂഷനും ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.